ഇനിയിപ്പം രാമായണം വായിച്ചുകൊണ്ട് വീട്ടിൽ ആരോട് ചെന്ന് പറയണമെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. അത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങ്. അതാണ് 19 വയസ്സ് അടുക്കാറായത് സ്ത്രീയല്ലേ, നിങ്ങളുടെ പ്രായം എല്ലാവർക്കും അറിയാം. പോകുമോ? നല്ല കുടുംബത്തിലുള്ള സ്ത്രീകൾ പോകുമോ? എനിക്കതാണ് ഇവരെ ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? തൃഷ വിചാരിച്ച പോലെ ഒരു കാര്യവും നടന്നില്ല. തൃഷ വിചാരിച്ചത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വിജയെ അങ്ങ് വിജയുടെ കൂടെ അങ്ങ് പൊറുതി തുടങ്ങിയേക്കാം എന്നൊക്കെയുള്ള കുറെ വ്യാമോഹങ്ങൾ ഉണ്ടായിരുന്നു. ആർക്ക്? തൃഷയ്ക്ക്. ഇപ്പോ വിജയും ഭാര്യ സംഗീതയും ഒരുമിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ വലിയ രീതിയിൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അതിന്റെ കാരണം ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള അവര് ദമ്പതികളാണ്. വർഷങ്ങളോളം, അതായത് 1999 ഓഗസ്റ്റ് 25-നാണ് വിജയുടെയും സംഗീതയുടെയും വിവാഹം നടക്കുന്നത്. ഇത്രയും വർഷം ദാമ്പത്യ ജീവിതം ഒരു പ്രശ്നവുമില്ല, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോയിരുന്ന ഇവരുടെ ബന്ധം 2026 ഫെബ്രുവരിയിലാണ് സംഗീത കോടതിയിൽ ഹർജി നൽകുന്നത്. ആ ഹർജിയിൽ പറയുന്നത് ഒരു പ്രമുഖ നടിയുമായി വിജയ്ക്കുള്ള ബന്ധം ആരോപിച്ചാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ നടിയുമായി ഉള്ള ബന്ധം സംഗീത അറിയുകയും അങ്ങനെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും മാനസിക വിഷമവും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായതിനെ തുടർന്ന് വിജയ് തന്നെ സംഗീതയ്ക്ക് വാക്ക് കൊടുത്തു. ഇനി ആ നടിയുമായി, അതായത് ആ നടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തൃഷയാണ്, മറ്റാരുമല്ല അല്ലെ, ആ നടിയുമായിട്ട് ഇനിയുള്ള യാതൊരു ബന്ധങ്ങളും ഇല്ല. താൻ കുടുംബത്തിൽ തന്നെ സംഗീതയുമായിട്ട് വളരെ നല്ല രീതിയിൽ ഭാര്യയുമായിട്ട് ഒത്തു ജീവിക്കുന്നു. ഇനി അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും എനിക്കില്ല എന്നുള്ള രീതിയിൽ വിജയ് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഭാര്യയായ സംഗീത ഒരു കുടുംബമല്ലേ, പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും ഒരു കുടുംബമല്ലേ, മക്കൾ 2 പേരുണ്ട്, ഏതാണ് തൃഷയുമായിട്ട് ഇനി യാതൊരു ബന്ധങ്ങളും ഇല്ല എന്നുള്ള വാക്ക് കൊടുത്തിട്ട് പോലും അത് പാലിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഹർജിയിൽ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, തന്റെ മക്കളുടെ ഒരു ഇത്രയും വലിയ മാനസിക വിഷമം അനുഭവിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ ഓർത്തുപോലും മുമ്പോട്ട് പോവുകയാണ്. ഒരു കാര്യങ്ങൾ സംഗീത പറയുന്നു, സംഗീതയെ അനുഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ മക്കളായിട്ടുള്ള ആ കുട്ടികൾ, ആൺകുട്ടിയും പെൺകുട്ടിയും, 2 മക്കള് അനുഭവിക്കുന്ന വേദനകളെക്കാൾ കൂടുതലാണോ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള, മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം? അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സംഗീതയുടെ അവസ്ഥ, അതായത് നമുക്കിത് കേൾക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ മാനസികാവസ്ഥ അല്ലെ. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും വീണ്ടും വീണ്ടും ഈ ബന്ധത്തിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ്, അല്ലെങ്കിൽ ഈ തൃഷ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സംഗീതയെ കണ്ടിട്ടില്ല, മക്കളെ കണ്ടിട്ടില്ല. വിജയെ മാത്രമാണ് സിനിമയ്ക്കകത്തെങ്കിലും നമ്മൾ കാണുന്നത്, അല്ലാതെ നമുക്കാർക്കും ഇവരെ അറിയത്തില്ല. എന്നിട്ട് പോലും ഒരു കുടുംബ പ്രശ്നം നേരിടുന്നു, അവർ 2 സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നു എന്ന് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമാണ് തോന്നിയത് അല്ലെ. ആ ഒരു വിഷമം പോലും ഇല്ല എന്നുള്ളതാണ് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തൃഷയ്ക്ക്. ഇതൊരു സ്ത്രീയാണോ? അവരെന്താണ് വിളിക്കേണ്ടത്? സ്ത്രീ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലില്ല. സ്ത്രീ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ എന്ന് പറയുന്ന 2 അക്ഷരത്തിന് കുറച്ച് മൂല്യങ്ങളുണ്ട്, കുറച്ച് അർത്ഥങ്ങളുണ്ട്, കുറച്ച് മഹത്വമുണ്ട് അല്ലെ. അതൊക്കെയാണ് അതിന്റെ ശരിയായ ഒരു വാക്ക്. ഈ പ്രശ്നം ഈ കോടതിയിൽ ഫെബ്രുവരിയിൽ വന്നു. അവിടെ നിന്നും 1-2 പ്രാവശ്യം ഇവരുടെ ഹിയറിംഗിന് വിളിച്ചു. അപ്പൊ വീണ്ടും ഈ കോടതിയിൽ തന്നെ ഇപ്പോഴും പരിഗണനയിൽ ഇരിക്കുകയാണ് ഇവരുടെ ഈ കേസ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ വിജയുടെ അമ്മ ശോഭ ഈ പ്രശ്നവുമായിട്ട് ഇടപെട്ട് തന്നെ ഇതൊരു സോൾവ് ആക്കി എന്നുള്ള ഇവരെ ഒന്നിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ഔദ്യോഗികമായിട്ട് വിജയുടെ പിറന്നാളായ ദിനത്തിൽ തന്നെ ഇതിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും ഉണ്ടാവും. എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ അറിയാവുന്ന വാർത്ത, ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രതീക്ഷയ്ക്ക് വിജയും ഒന്നിച്ച് താമസിക്കുന്നു എന്നുള്ള ഒരു ശുഭകരമായ വാർത്തയാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. തൃഷ എന്ന് പറയുന്ന വ്യക്തി അവരുടെ പരിസരത്തേക്ക് പോലും പോകാതിരിക്കുക. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവരുടെ പിറകെ നടക്കുക? ഞാൻ എന്റെ വീഡിയോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ സംഗീതയെ വ്യക്തിപരമായിട്ട് നമുക്കറിയില്ല, വിജയെ അത്രയും പോലും അറിയില്ല. നമുക്ക് മനുഷ്യരാണ്, ഹൃദയമുണ്ട് നമുക്ക് അല്ലെ. നമ്മുടെ ഹൃദയം കരിങ്കല്ല് കൊണ്ടല്ല. ഒരു വിഷമം വരുന്ന കാര്യം വരുമ്പോൾ നമുക്കൊക്കെ അത് ബാധിക്കാറുണ്ട് അല്ലെ. നമ്മുടെ കുടുംബത്തിൽ വരണമെന്നില്ല. ഒരു പ്രശ്നം കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ വരണമെന്നുണ്ടോ? അതിന് നമുക്ക് ഒരു വിഷമം ഫീൽ ചെയ്യാനായിട്ട് ഒരിക്കലുമില്ല. നമ്മുടെ കുടുംബത്തിൽ അനുഭവിച്ചിട്ടല്ല ആരും പറയുന്നത്. പക്ഷെ അതിന് മുൻപ് തന്നെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു സാമാന്യ ഒരു ബുദ്ധി, അതായത് സെൻസ് അല്ലെ, സാമാന്യ വിവേകം ഉള്ളവർക്ക് അത് നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഈ തൃഷ എന്താണ് വിചാരിച്ചിരിക്കുന്നത് വിജയെ കുറിച്ച്? നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് അല്ലേ? എല്ലാ സ്ത്രീകളും ഇങ്ങനെ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. പല ആൾക്കാരെയും കണ്ടുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. എല്ലാ സ്ത്രീകളും, പല പ്രായത്തിലുള്ള ആൾക്കാർ, പല സൗന്ദര്യം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ, അതായത് അറിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് പല കാര്യങ്ങളും കണ്ടുകൊണ്ടാണ്, പല കാര്യങ്ങളും കേട്ടുകൊണ്ടാണ്. അവിടെയൊക്കെ ചെന്ന് ആരെങ്കിലും പറയുന്നൊന്നും വിശ്വസിക്കാനായിട്ട് പൊട്ടിയാണോ അത്ര? നിങ്ങൾക്ക് അതിനത്ര ബോധമില്ലേ? നിങ്ങൾക്ക് ബോധമില്ലേ? ഒരു കുടുംബത്തിൽ കിടന്ന് കളിക്കുന്നത് ശരിയല്ല, അവർ തമ്മിൽ ഒരു വിഷയം ഉണ്ടാക്കാൻ ഞാൻ ഉത്തരവാദി ആകരുത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല?
ഇതുപോലുള്ള രംഗങ്ങൾ വരുമ്പോൾ പെറ്റമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ മാനസികമായി വളരെ കടുത്ത വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു സ്ത്രീക്ക് മാത്രമേ അറിയത്തുള്ളൂ. യക്ഷികൾക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നിങ്ങളൊക്കെ നല്ല കുടുംബങ്ങൾ കണ്ടിട്ടില്ല, നന്നായി ജീവിച്ച് വരുന്ന കുടുംബങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. തൃശയൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ട് എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തൃശയ്ക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. കോടിക്കണക്കിന് സ്ത്രീകളുള്ള രാജ്യത്താണ് ഈ തൃശയെ പോലെ ഇരിക്കുന്ന ആൾക്കാർ ചെന്ന് കുടുംബം നശിപ്പിക്കുന്നത്, അല്ലെ? എത്രയോ സ്ത്രീകളുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ, ഒരുപാട് സ്ത്രീകളില്ലേ? എന്നിട്ട് തൃശയെ മാത്രം ഇങ്ങനെ ഇത്രയും ഗോസിപ്പുകൾ ഉണ്ടാകുന്ന എന്താണ്? സത്യമാണെങ്കിലും അല്ലെങ്കിൽ ഇത്രയും ഗോസിപ്പിന് ഇടയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് കൊണ്ടല്ലേ? നിങ്ങളുടെ സ്വഭാവം ശരിയല്ല, നിങ്ങൾ ശരിയല്ല, പൂർണ്ണമായും തെറ്റാണ്. നിങ്ങള് മുഖ്യമന്ത്രി കസേര ആഗ്രഹിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ നിങ്ങൾ ചെയ്യരുതാത്ത പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിജയുടെ കൂടെ നടക്കേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ സൗന്ദര്യമുള്ള നടികളില്ലേ വേറെ? അവരാരും നടക്കാത്ത എന്തുകൊണ്ടാ? അപ്പൊ അവർക്കൊക്കെ കുടുംബമുണ്ട്, കുടുംബ മഹിമയുണ്ട്, അല്ലെ? ദാമ്പത്യം ബന്ധം ഇത്രയും തകർന്ന ഒരാളുടെ കൂടെ ഇളിച്ചോണ്ട് നടക്കുവാണ് ഒരു സ്ത്രീ. അതും 19 വയസ്സടുക്കാറായ ഒരു സ്ത്രീ കിടന്നിട്ട് കിളിക്കുവാണ്. കിടന്നിട്ട് രാവിലെ വൈകിട്ടും രാത്രിയിലും പകലും എല്ലാം വിജയുടെ കൂടെ നടന്ന് കിളിച്ചോണ്ട് നടക്കുവാണ്. ആ കിളിയുടെ അർത്ഥം എന്താണ്? നിങ്ങൾ എടുത്തണം ജയിച്ചെന്നോ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? സംഗതിയുടെ കിടപ്പ് എവിടെ പോയി ഇപ്പം? നിങ്ങളുടെ ആ കിളിയല്ലേ? കിളി ഇപ്പൊ നിന്ന് കാണുമല്ലോ. അതോ കിളിക്കുന്നുണ്ടോ കിടന്നോണ്ട്? ഒന്നിക്കുമ്പോ നിങ്ങൾ കിളിക്കുവാണോ കരയുവാണോ? നിങ്ങൾ കുറച്ച് കിളിക്ക് ഇനിയും മുമ്പോട്ട് നിങ്ങൾ കുറച്ച് കിളിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പോയി മര്യാദയ്ക്ക് വിജയുടെയും സംഗീതയുടെയും ജീവിതത്തിലേക്ക് നിങ്ങളുടെ നിഴല് പോലും കാണരുത്. കുടുംബ മഹിമ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ, നിങ്ങളൊരു നല്ല സ്ത്രീ ആയിരുന്നെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ഗോസിപ്പ് കേൾക്കുമ്പോഴേ നിങ്ങൾ അവിടുന്ന് പിന്മാറുമായിരുന്നു, ഇല്ലേ? ഒരു താൻ മൂലം മറ്റൊരു കുടുംബം നശിക്കുന്നു എന്ന് വിചാരിക്കും എന്നുള്ള വാർത്ത വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആ പ്രദേശത്തോട് പോലും പോകത്തില്ല. പോകുമോ? നല്ല കുടുംബത്തിലുള്ള സ്ത്രീകൾ പോകുമോ? എനിക്ക് അതാണ് ചോദ്യം. പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാർ കാണുന്നുണ്ട്, സ്ത്രീകൾ കാണുന്നുണ്ട്, ഭാര്യാഭർത്താക്കന്മാർ കാണുന്നുണ്ട്, കല്യാണം കഴിക്കാനിരിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ട്. ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. അവിടെ അത് ഒരാളോ രണ്ടുപേരോ അല്ല, ആയിരങ്ങളും ലക്ഷങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന മീഡിയസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഒരു വാക്ക് പോലും സംസാരിക്കത്തില്ല. കാര്യകാരണ സഹിതമുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. എന്തുകൊണ്ട് ഈ മറ്റുള്ള സ്ത്രീകൾക്കാർക്കും ഇല്ലാത്ത കൂട്ട് എന്താണ് സൂക്കേടെന്നൊക്കെ ഞാൻ ചോദിക്കേണ്ടി വരും. അതായത് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങ്. അതാണ് 19 വയസ്സ് അടുക്കാറായത് സ്ത്രീ അല്ലേ? നിങ്ങളുടെ പ്രായം എല്ലാവർക്കും അറിയാം. ഗൂഗിൾ 50 വയസ്സാകാൻ എത്തി നിൽക്കുന്ന പ്രായമാണ് നിങ്ങളുടെ. ഞങ്ങളൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടു. നിങ്ങളുടെ പ്രേമിക്കുന്നതിന് തെറ്റ് പറയുന്നില്ല, കെട്ടുന്നതിന് തെറ്റ് പറയുന്നില്ല. പക്ഷെ തെറ്റെന്ന് പറയുന്നത് മറ്റൊരാളുടെ ഭർത്താവിനെ പ്രേമിക്കുക എന്നുള്ളതാണ് തെറ്റ്. നീ ഇപ്പൊ പറയുമായിരിക്കും, അയ്യോ ഞാൻ പ്രേമിച്ചതല്ല കേട്ടോ, ഫ്രണ്ട്സ്, ഓൺലി ഫ്രണ്ട്സ്, അങ്ങനെ പറയുമായിരിക്കും. അത് ആരോട് ചെന്ന് പറയണമെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല. അത് സാധാരണ കേൾക്കുന്നവർക്ക് മനസ്സിലാവും അത് ആരോടാണ് പറയേണ്ട ആ വാക്കെന്ന്. മനസ്സിലായോ? ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ട്. കൂടുതൽ ഫ്രണ്ട്സ് കളിച്ചോണ്ട് അവരുടെ ജീവിതത്തിലേക്ക് വന്നേക്കരുത്. നീ ഇനിയിപ്പം രാമായണം വായിച്ചുകൊണ്ട് വീട്ടിലിരിക്കണം. ഓക്കെ, താങ്ക് യു.